അന്ന് ഡോണയുടെ 28ാം പിറന്നാളായിരുന്നു. അമ്മ ജന്മദിന സമ്മാനമായി ആ അനബെല്ല പാവയെ മകൾക്ക് നൽകി. പഠനത്തിന്റെ ആവശ്യത്തിനായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റിലായിരുന്നു ഡോണ താമസിച്ചിരുന്നത്. തിരികെ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഡോണ തന്റെ പാവക്കുഞ്ഞിനെയും ഒപ്പം കൂട്ടി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ അബിക്ക് തന്റെ പുതിയ പാവയെ പരിചയപ്പെടുത്തി. ആബിയും ഡോണയും റൂംമേറ്റ്സ് ആയിരുന്നു. ഇരുവരും പാവയെ കൊഞ്ചിക്കുകയും അതുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. വൈകാതെ തന്നെ പാവ ഇരുവരുടെയും പ്രിയപ്പെട്ടതായി മാറി. താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അതിനായി ഒരിടം നൽകുകയും ചെയ്തു. പാവയെ റൂമിൽ വെച്ചിട്ടായിരുന്നു പഠിക്കാൻ പോയിരുന്നത്. ഒരു ദിവസം ഡോണ അത് ശ്രദ്ധിച്ചു. പാവ ചലിക്കുന്നുണ്ടോ? ബെഡിന്റെ റൈറ്റ് സൈഡിൽ വെച്ച പാവ തിരികെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു. ആദ്യം അത് തന്റെ തോന്നലാമെന്ന് കരുതി. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും പാവയുടെ സ്ഥാനമാറ്റം അവൾ കൂടുതലായി ശ്രദ്ധിച്ചു. കട്ടിലിൽ വെച്ചിട്ട് പോകുന്ന പാവ തിരികെ വരുമ്പോൾ ഒന്നുകിൽ സോഫയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ കതകിനരികിലിരിക്കും, ചിലപ്പോൾ ഷെൽഫിനുള്ളിലിരിക്കും. ഈ